റീജിയണൽ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ S4 DSE ഇംഗ്ലീഷ് പേപ്പറിൽ യൂണിറ്റ് 2-ൽ അമൃത പ്രീതത്തിൻ്റെ ടു വാരിസ് ഷാ എന്നുള്ള പോം നമുക്ക് നോക്കാം. അപ്പോൾ അമൃത പ്രീതം എന്ന് പറയുന്നത് 20th സെഞ്ച്വറിയിലെ ഒരു പവർഫുൾ ലിറ്റററി റൈറ്ററാണ്. പഞ്ചാബ് ലിറ്ററേച്ചറിലാണ് അല്ലെങ്കിൽ പഞ്ചാബി ലിറ്ററേച്ചറിലാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പഞ്ചാബി റൈറ്ററാണ്. സോ പോയട്രി എഴുതിയിട്ടുണ്ട്, ഫിക്ഷൻ എഴുതിയിട്ടുണ്ട്, ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. ഇതിനകത്തെല്ലാം സോ അവരൊരു അമൃത പ്രീതം എന്ന് പറയുമ്പോൾ ഒരു ഫീമെയിൽ റൈറ്ററാണ്. സോ അവരെന്തിനെക്കുറിച്ചായിരിക്കും കൂടുതൽ എഴുതുന്നത്? ഫീമെയിൽ എക്സ്പീരിയൻസിനെ കുറിച്ച്, ഇമോഷണൽ ആയിട്ടുള്ള ഇൻറ്റൻസിറ്റിയെക്കുറിച്ച്, പിന്നെന്താണ് ഹിസ്റ്റോറിക്കൽ ട്രോമ അല്ലെങ്കിൽ പെയിനെ കുറിച്ചൊക്കെയാണ് ഇവർ എഴുതുന്നത്. സോ ടു വാരിസ് ഷാ എന്നുള്ള ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാർട്ടീഷനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ആണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതായത് പഞ്ചാബിൽ ആ സമയത്ത് അവർ ഫേസ് ചെയ്ത ആ ഒരു പേഴ്സണൽ പെയിനിനെ അവരൊരു കളക്റ്റീവ് പെയിനാക്കി മാറ്റി എഴുതിയിരിക്കുകയാണ്. അവർ പേഴ്സണലി അനുഭവിച്ചൊരു കാര്യം ബാക്കി എല്ലാ ആളുകളും കളക്റ്റീവായിട്ട് എങ്ങനെയാണോ അനുഭവിച്ചിരിക്കുന്നത് അതുപോലെ എഴുതിയിരിക്കുന്നതാണ് ടു വാരിസ് ഷാ എന്നുള്ള ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വാരിസ് ഷാ എന്ന് പറയുന്നത് 18th സെഞ്ച്വറിയിലെ ഒരു പോയറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയട്രി എന്ന് പറയുന്നത് ഫുൾ ലവ്, കമ്പാഷൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോയട്രിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ പാർട്ടീഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പാർട്ടീഷന് ശേഷം, അതായത് 1947 ശേഷം പഞ്ചാബ് വിറ്റ്നസ് ചെയ്ത കൂട്ടക്കൊലപാതകങ്ങൾ അഥവാ മാസ് കില്ലിങ്സ്, ഫോഴ്സായിട്ട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്ന ആ ഒരു അവസ്ഥ, സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അബ്ഡക്റ്റ് ചെയ്തതും റേപ്പ് ചെയ്തതും അങ്ങനെയുള്ള സിറ്റുവേഷൻസാണ് ഈ ഒരു പോയത്തിൻ്റെ കോണ്ടെക്സ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ വാരിസ് ഷാ എന്ന് പറയുന്നത് ഒരു പോയിറ്റ് മാത്രമല്ല, ഒരു മോറൽ വിറ്റ്നസ്സാണ്. ഈ ഹ്യൂമാനിറ്റിയുടെ ഈ ഒരു കൊളാപ്സ് അദ്ദേഹം നേരിട്ട് കണ്ടു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷി പോലെയാണ് ഈ ടു വാരിസ് ഷാ എന്നുള്ള ഈ ഒരു പോം ആരെഴുതിയിരിക്കുന്നത്? അമൃത പ്രീതം എഴുതിയിരിക്കുന്നത്. നമുക്ക് സ്റ്റാൻസ വൈസ് ആയിട്ടുള്ളൊരു അനാലിസിസ് നോക്കാം. ഇപ്പോൾ പോം ഓപ്പൺ ചെയ്യുന്നത് വാരിസ് ഷായെ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. സോ അതിനെ നമുക്ക് അപ്പോസ്ട്രഫി എന്നാണ് ഈ ഒരു പോയറ്റിക് ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്നത്. അതായത് വാരിസ് ഷായെ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്ത് ടു വാരിസ് ഷാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മുടെ പോയറ്റ് വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുവാണ്, സ്പീക്ക് അഗെയിൻ, ഇനിയും സംസാരിക്കൂ, എന്നിട്ട് ബുക്ക് ഓഫ് ലവിനെ കുറിച്ച് വീണ്ടും റീഓപ്പൺ ചെയ്ത് സംസാരിക്കൂ എന്ന് പറയുവാണ്. ഇതൊരു മെറ്റഫറാണ്. എന്നുവെച്ചാൽ വാരിസ് ഷാ എന്ന് പറയുന്നത് ഒരു വാരിസ് ഷായുടെ ഒരു വർക്കാണ് ഹീർ റഞ്ച എന്ന് പറയുന്നത്. അതൊരു റൊമാൻറ്റിക് ടെയിൽ മാത്രമല്ല, പഞ്ചാബിൻ്റെ ഇമോഷൻസിനെ കുറിച്ചും ആ ഒരു ലവിനെ കുറിച്ചും ഒക്കെ പറയുന്ന, അതായത് പഞ്ചാബും പിന്നെന്താണ് ആ പഞ്ചാബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലവിനെ കുറിച്ചുമൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ റൂട്ട്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വർക്കാണ് ഹീർ റഞ്ച. അപ്പോൾ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ബുക്ക് ഓഫ് ലവിനെ ഒന്നും കൂടി റീഓപ്പൺ ചെയ്യാൻ പറയുവാണ്, ബിക്കോസ് ഓഫ് ദീസ് മാസ് കില്ലിങ്സ്. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണല്ലോ, പാർട്ടീഷൻ്റെ കൊലയും കൊലപാതകങ്ങളും റേപ്പും മേർഡേഴ്സും ഒക്കെ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പോയിറ്റ് പറയുവാണ്, വാരിസ് ഷായെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഓർക്കണം, അല്ലെങ്കിൽ വാരിസ് ഷാ ഇവിടെ വന്നൊന്ന് ലവിനെ കുറിച്ച് സംസാരിക്കൂ, സമാധാനത്തിനെ കുറിച്ച് സംസാരിക്കൂ. റൊമാൻറ്റിക് ടെയിൽ മാത്രമല്ല, റൊമാൻറ്റിക് ലവിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, സമാധാനപരമായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഇതിനെക്കുറിച്ച് സംസാരിക്കൂ എന്നാണ് നമ്മുടെ പോയിറ്റ് വാരിസ് ഷായുടെ അടുത്ത് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അമൃത പ്രീതം പിന്നെയും പറയുന്നുണ്ട്, വാരിസ് ഷാ എന്ന് പറയുന്നത് എന്താണ്? വൺസ് നറേറ്റഡ് ദ ട്രാജഡി ഓഫ് ദ വുമൺ ഹീർ റഞ്ച എന്ന് പറയുന്നതിനകത്ത് ഹീർ എന്നുള്ള ക്യാരക്ടർ ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ട്രാജഡിയെക്കുറിച്ചാണ് വാരിസ് ഷാ ആ ഒരു വർക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അന്ന് വാരിസ് ഷാ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു ലവ് സ്റ്റോറിക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിക്കകത്ത് ഹീർ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ട്രാജഡിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ പഞ്ചാബിൽ ഹാപ്പൻ ചെയ്യുന്നത് ഹീറിനെ പോലെ ഒരുപാട് ട്രാജിക്കായിട്ടുള്ള സ്ത്രീകളുടെ ലൈഫിനെ കുറിച്ച് വേണം അദ്ദേഹം സംസാരിക്കാൻ. കാരണം പഞ്ചാബ് ഇപ്പോൾ എന്താണ്, പഞ്ചാബിലെ ഡോട്ടേഴ്സ്, മില്യൺസ് ഓഫ് ഡോട്ടേഴ്സ്, പെൺകുട്ടികൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ, പാർട്ടീഷൻ്റെ ഈ ഒരു സിറ്റുവേഷൻ കാരണം. അപ്പോൾ ഈ സ്റ്റാൻസയ്ക്കകത്ത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പാസ്റ്റ് റൊമാൻറ്റിക് സഫറിങ്ങിനെ കുറിച്ചും പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ആ ഒരു ട്രോമയെക്കുറിച്ചും, അതായത് ഇൻഡിവിജ്വൽ ഗ്രീഫിനെ കുറിച്ചും ഇൻഡിവിജ്വലിൻ്റെ പെയിനെ കുറിച്ചും ഇപ്പോൾ ആളുകൾ കളക്റ്റീവായിട്ട് ഫേസ് ചെയ്യുന്ന പെയിനെ കുറിച്ചുമാണ് അമൃത പ്രീതം ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് സംസാരിക്കുന്നത്. അതുമാത്രമല്ല, പഞ്ചാബിലെ ഡോട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് ആ ഒരു സഫറിങ്ങിനെ യൂണിവേഴ്സലൈസ് ചെയ്ത് കാണിക്കുവാണ്. എല്ലാ സ്ത്രീകളുടെയും ബോഡി എന്ന് പറയുന്നത് എന്താണ്, വയലൻസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് പാർട്ടീഷൻ.
അപ്പോൾ വളരെ മോൺഫുള്ളായിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് എഴുതിയിരിക്കുന്ന ഒരു സ്റ്റാൻസയാണ് സ്റ്റാൻസ 1 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു വെറുപ്പിൻ്റെ സമയത്ത് വാരിസ് ഷായെ പോലെയുള്ള പോയറ്റുകൾ അല്ലെങ്കിൽ അവരെ പോലുള്ള റൈറ്റേഴ്സിൻ്റെ പ്രസക്തിയാണ് ഇതിനകത്ത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്നും കൂടെ വന്ന് സമാധാനത്തിനെക്കുറിച്ചും സ്നേഹത്തിനെക്കുറിച്ചും സന്തോഷത്തിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ്? നമ്മുടെ പോയറ്റായിട്ടുള്ള അമൃത പ്രീതം ആവശ്യപ്പെടുകയാണ്. സ്റ്റാൻസ 2-നകത്ത് എന്താണ് നമ്മുടെ റൈറ്റർ പറയുന്നത്? ഒരു അപ്പോകാലിപ്റ്റിക് ഇമേജറിയെക്കുറിച്ച് പറയുക, അതായത് ഡെത്തിനെക്കുറിച്ചും കറപ്ഷനെക്കുറിച്ചും പറയുവാണ്. അവിടെയുള്ള പഞ്ചാബിലുള്ള ഫീൽഡുകൾ, ഫാം ലാൻഡ്സ് എല്ലാം ഡെഡ് ബോഡീസ് കൊണ്ട് ഫിൽഡ് ആയിട്ടിരിക്കുവാണ്. പഞ്ചാബിലെ റിവറായിട്ടുള്ള ചെനബ് റിവർ ബ്ലഡ് കൊണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം പഞ്ചാബിലെ 5 റിവേഴ്സ് എല്ലാം പോയിസൺഡ് ആണെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ പോയിറ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന നേച്ചർ എന്ന് പറയുന്നത് സാധാരണ അസോസിയേറ്റഡ് ആയിട്ടുള്ളത് ഫെർട്ടിലിറ്റി അല്ലേ, അഗ്രികൾച്ചർ, പ്രൊഡക്ടിവിറ്റി, ഇതുമായിട്ടൊക്കെ ബന്ധമാണ്. പഞ്ചാബ് എന്ന് പറയുമ്പോൾ ഫാമിങ്ങിനാണ് കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നേച്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നേച്ചർ എന്ന് പറയുന്നത്, പഞ്ചാബിലെ നേച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാം ലാൻഡ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് ആയി. റിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലൈഫ് ഗിവിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ ആ റിവറിലൂടെ ബ്ലഡാണ് ആളുകളുടെ ഒഴുകുന്നത്. ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫെർട്ടൈൽ അല്ല, ഇപ്പോൾ അത് ബെറിയൽ ഗ്രൗണ്ടായിട്ട് ആളുകളെ കുഴിച്ചു മൂടാനുള്ള, ഡെഡ് ബോഡിയൊക്കെ കുഴിച്ചു മൂടാനുള്ള ബെറിയൽ ഗ്രൗണ്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഈ 5 റിവേഴ്സ്, പഞ്ചാബിൻ്റെ 5 റിവേഴ്സ് എന്ന് പറയുന്നത് പോയിസൺഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബിനെ ലിറ്ററലി എങ്ങനെയാണ് വിളിക്കുന്നത്? നമ്മൾ ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്നാണ് പഞ്ചാബ് അറിയപ്പെടുന്നത്. പക്ഷേ ആ 5 റിവേഴ്സും ഇപ്പം പോയിസൺഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ കറപ്ഷനും ആ ഒരു റീജിയൻ്റെ ഐഡൻറ്റിറ്റിയൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് ആ ഒരു നാടിൻ്റെ തന്നെ സോളിനെയും ഐഡൻറ്റിറ്റിയും ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫിസിക്കൽ വയലൻസിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ആ നാടിനെ തന്നെ, സിവിലൈസേഷനെ തന്നെ കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് നേച്ചറും ഹ്യൂമൻ ബീയിങ്സും തമ്മിലുള്ളൊരു ഹാർമണിയാണ് ഇവിടെ ബ്രോക്കൺ ആയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാൻസ 3-കകത്ത് വീണ്ടും വയലൻസിനെ കുറിച്ചും ഡിസീസിനെ കുറിച്ചും കേഴ്സിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ വയലൻസിനെ കുറിച്ചാണ് ഇവിടെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. പോയിസണാണ് ലാൻഡിലൂടെ സ്പ്രെഡ് ചെയ്യുന്നത്, ആകാശം പോലും ചുമന്നിരിക്കുന്നു. ആ വയലൻസിനെ ബ്ലഡ്ഷെഡിനെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ സ്നേക്കിൻ്റെ പോയിസൺ പോലാണ്, ഇപ്പോൾ ഒരു സ്നേക്കിൻ്റെ പോയിസൺ പോലെ ആയി മാറിയിരിക്കുന്നു എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ വയലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിവിടെ ഒരു കണ്ടീഷനായി മാറിക്കൊണ്ടിരിക്കുക, ഒരു ഡിസീസ് പോലെ പഞ്ചാബിൻ്റെ സൊസൈറ്റി അത് ഇൻഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പോയിസൺ, സ്നേക്കിൻ്റെ പോയിസണായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ആ ഒരു മോറൽ ഡീക്കേയെക്കുറിച്ച് പറയുവാണ്. സ്കൈ എന്ന് പറയുന്നത് എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്? ബ്ലഡ് കളറിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ വയലൻസ് എല്ലായിടത്തും ഉണ്ട്, അതിനെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല പഞ്ചാബിലുള്ള ആളുകൾക്ക്. സ്റ്റാൻസ 4-നകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ ഒരു സോഷ്യൽ കൾച്ചറൽ ലൈഫിൻ്റെ കൊളാപ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലാൻഡ്സ്കേപ്പിൽ നിന്ന് മാറി സൊസൈറ്റിയെക്കുറിച്ചാണ് പിന്നീട് സംസാരിക്കുന്നത്. പാട്ടുകളെല്ലാം ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുന്നു, വെഡ്ഡിങ് സെലിബ്രേഷൻസ് എല്ലാം സ്റ്റോപ്പായി, സ്ത്രീകൾ അലഞ്ഞു തിരിഞ്ഞ് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് ടെറിഫൈഡ് ആയിട്ട് നടക്കുന്നു. അപ്പോൾ പഞ്ചാബിൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും പറയുന്നു. ഫോക്ക് സോങ്സും വെഡ്ഡിങ്സും ഈ ഒരുമിച്ചിരുന്നുള്ള കമ്മ്യൂണലായിട്ടുള്ള ഗ്യാതറിങ്സും ഒക്കെ അവർക്കിപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഷാറ്റേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടുകൾ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ കല്യാണം, വെഡ്ഡിങ്സ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ സന്തോഷമൊന്നും ഇല്ല എന്ന് വെച്ചാൽ എന്താ? ലൈഫിൻ്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് അവിടെ നശിച്ചിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഡെത്തും ട്രോമയും സൈലൻസും മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ത്രീകളെക്കുറിച്ചാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം സ്ത്രീകളാണ് ഇവിടെ കൂടുതലും വയലൻസിൽ വിക്ടിംസായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫെമിനിറ്റിയുടെ ആ ഒരു ട്രാജഡിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കാര്യമല്ല, നല്ല രീതിയിൽ വയലൻസിനെക്കുറിച്ചും റിയാലിറ്റിയെക്കുറിച്ചും സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് വാരിഷായുടെ അടുത്തോട്ട് തന്നെയാണ് വീണ്ടും അഡ്രസ്സ് ചെയ്ത് നമ്മുടെ അമൃത പ്രീതം സംസാരിക്കുന്നത്. എന്തോ പറയുന്നത്? പോയിറ്റ് പറയുവാണ്, നിങ്ങൾ, അതായത് വാരിഷ എന്നുള്ള പോയിറ്റ് ഗ്രേവിൽ നിന്ന് ഉണരൂ, എന്നിട്ട് ഈ ഒരു സഫറിങ് എല്ലാം വിറ്റ്നസ് ചെയ്ത് സംസാരിക്കാൻ വോയിസ്ലെസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒന്ന് നിങ്ങൾ സംസാരിക്കൂ വീണ്ടും എന്ന് പറയുവാണ്. ഓക്കെ, അപ്പോൾ വാരിഷ എന്ന് പറയുന്നത് ഇവിടെ ഒരു ജഡ്ജായിട്ട് വിളിക്കുവാണ് നമ്മുടെ പോയിറ്റ്. എന്നുവെച്ചാൽ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി സംസാരിക്കൂ. അത് പണ്ട് നിങ്ങൾ സംസാരിച്ചതുപോലെയും എഴുതിയതുപോലെയും, പണ്ട് നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ സ്നേഹത്തിനെക്കുറിച്ചും സമാധാനത്തിനെക്കുറിച്ചും എഴുതിയതുപോലെ നിങ്ങൾ ഇപ്പോഴും വന്ന് സംസാരിക്കൂ. കാരണം ഇപ്പോൾ നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നീഡ് ഓഫ് ദി അവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വയലൻസ് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ നിങ്ങളുടെ വർക്ക്സിനും നിങ്ങൾ ആസ് എ റൈറ്റർ, അതായത് വാരിഷ ആസ് എ റൈറ്റർ, നിങ്ങളെ ഇവിടെ അത്യാവശ്യമാണ് പഞ്ചാബിൽ എന്ന് പറയുവാണ്. ഇപ്പോൾ എൻഡിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടംപററി സൊസൈറ്റി മോറലി ഫെയിൽഡായി. അതുകൊണ്ട് പാസ്റ്റിനെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ഫിഗറിനെ വെച്ചിട്ട്, പാസ്റ്റ് റൈറ്ററിനെ വെച്ചിട്ട്, നമ്മുടെ വാരിഷായെ വെച്ചിട്ട് ട്രൂത്തും കമ്പാഷനും റീസ്റ്റോർ ചെയ്തെടുക്കാനാണ് നമ്മുടെ അമൃത പ്രീതം ഇവിടെ ശ്രമിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിനകത്ത് മേജർ തീമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ എന്താണ്? കളക്റ്റീവ് ട്രോമ. അതായത് പാർട്ടീഷൻ എന്ന് പറയുന്ന ഒരാൾ അനുഭവിച്ച കാര്യമല്ല, പഞ്ചാബിലുള്ള ഫുൾ ആളുകൾ അനുഭവിച്ച കാര്യമാണ്, എസ്പെഷ്യലി സ്ത്രീകൾ. അപ്പോൾ ആ ഒരു ട്രോമയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ജെൻഡേർഡ് വയലൻസ്, സ്ത്രീകൾ ഫേസ് ചെയ്ത വയലൻസ്, അതൊരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പറഞ്ഞിരിക്കുകയാണ്. സ്ത്രീകളുടെ ബോഡിയൊക്കെ ബാറ്റിൽ ഗ്രൗണ്ടായിട്ട് മാറുന്നു എന്നുള്ളത് പറയുകയാണ്. അവരെ റേപ്പ് ചെയ്യുന്നു, അബ്ഡക്റ്റ് ചെയ്യുന്നു. പിന്നെ പഞ്ചാബിൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നു, അല്ലേ? ഇമോഷണലിയും കൾച്ചറലിയും ഡിസ്ട്രോയ്ഡ് ആവുന്നു. ഹ്യൂമാനിറ്റി ബ്രേക്ക് ഡൗൺ ആവുന്നു. അതുപോലെ തന്നെ എന്താണ്? ലവും പോയട്രിക്കും ഹ്യൂമൻ കണക്ഷനും ഒന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ല. ലവിനും പോയട്രിക്കും ഹ്യൂമൻ കണക്ഷനും സ്ഥാനം കൊണ്ടുവരാൻ വേണ്ടിയാണ് മരിച്ചുപോയ പഞ്ചാബി പോയിട്ടായിട്ടുള്ള വാരിസ് ഷായെ എന്താണ് നമ്മുടെ അമൃത പ്രീതം ഇൻവോക്ക് ചെയ്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്ത് വിളിക്കുന്നത്. ഓക്കെ, സോ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഒരു എത്തിക്കലായിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. ഇതൊരു അപ്പോസ്ട്രഫിയാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോസ്ട്രഫി എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ്. അപ്പോസ്ട്രഫി എന്ന് വെച്ചാൽ അതിനകത്തൊരു ഡെഡ് പേഴ്സണെ അഡ്രസ്സ് ചെയ്തിട്ട് സംസാരിക്കുകയാണ്, അല്ലേ? വാരിസ് ഷാ എന്നുള്ള പഴയ ഒരു പോയിറ്റിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോയം സംസാരിക്കുന്നത്.